പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും ഇതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുതിയ വഴിത്തിരിവ്. ഒരു സിനിമയുടെ ഷൂട്ടിനിടയിൽ സംവിധായകനും നായക നടനായ സൂപ്പർ സ്റ്റാറും ആ സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്ററും പീഡനത്തിന് ശ്രമിച്ചു എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തലുമായി ഒരു പ്രമുഖ നടി. സംവിധായകൻ റൂമിലേക്ക് വിളിപ്പിച്ച് ബലാത്സംഗത്തിന് മുതിർന്നപ്പോൾ അവിടെ നിന്നും ഇറങ്ങി ഓടിയെന്നും നടി പറയുന്നു. വളരെ പ്രഗത്ഭനായ ഒരു സംവിധായകൻ തന്നെയെന്നും നടി വെളിപ്പെടുത്തുന്നു. മറ്റൊന്ന്, ആ സിനിമയിൽ അഭിനയിച്ച വളരെ ഫേമസ് ആയ ഒരു സൂപ്പർ സ്റ്റാറാണ് സോങ് ചിത്രീകരണത്തിനിടയിൽ തൻ്റെ രഹസ്യഭാഗങ്ങളിൽ പലവട്ടം പിടിച്ചു എന്ന് നടി തന്നെ വെളിപ്പെടുത്തുന്നത്. ആരായിരിക്കും ആ പ്രമുഖ നടനായ സൂപ്പർ സ്റ്റാർ? പിന്നെ മറ്റൊരാൾ സ്റ്റണ്ട് മാസ്റ്റർ. ഷൂട്ടിങ്ങിനിടയിൽ തൻ്റെ ശരീരം ആവശ്യപ്പെട്ടെന്നും താൻ വഴങ്ങാത്തതിൻ്റെ പേരിൽ അടുത്ത ദിവസം അബദ്ധത്തിൽ എന്ന വ്യാജേന സ്റ്റണ്ട് മാസ്റ്ററിൽ നിന്നും ക്രൂരമായ പീഡനത്തിന് ഇടയായെന്നും പ്രമുഖ നടി വെളിപ്പെടുത്തുന്നു. ഒരു കാര്യം സത്യമാണ്, ഇവിടെ പീഡിപ്പിക്കുന്ന ചിലർക്കൊന്നും പേരില്ല, എല്ലാം പ്രമുഖരായവർ എന്ന് മാത്രം. ഇക്കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായമുള്ളത്, ഈ ചാനലുകൾ പറയുമ്പോൾ പ്രമുഖ നടൻ, പ്രമുഖ നടി, പ്രമുഖ സംവിധായകൻ എന്നൊക്കെ പറയാതെ തന്നെ ഇന്ന നടൻ, ഇന്ന നടി, ഇന്ന സംവിധായകൻ എന്നൊക്കെ കൃത്യമായങ്ങ് പറഞ്ഞേക്കണം. അവന്മാരൊക്കെ അത് ചെയ്ത കാര്യമാണെങ്കിൽ പൊതുജനം അറിയട്ടെ. അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നത് നടികളാൻ നടക്കുന്ന, അല്ലെങ്കിൽ അതുവഴി ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശുണ്ടാകാൻ നടക്കുന്ന ഡികളുടെ പ്രശ്നമാണെങ്കിൽ അത് കയ്യോടെ തീർത്ത് കൊടുക്കുകയും വേണം. എന്തരായാലും എന്തോ ഇനി എന്തൊക്കെ സംഭവിക്കും, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമ വിശേഷവുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.